അവലും കൊണ്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു ടേസ്റ്റി പുഡിംഗ് ആണ്. നമ്മൾ ഒരു അവൽ മിൽക്കൊക്കെ കഴിക്കില്ലേ, അതുപോലെ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ തന്നെ വെള്ളവും കൂടെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1/4 കപ്പിനകത്ത് നിലക്കടല കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഉണക്കമുന്തിരി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ളത് അവലാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു 100 ഗ്രാം അളവിൽ മട്ട അവൽ എടുത്തിട്ടുണ്ട്. വെള്ളയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കപ്പളവിലാണെങ്കിൽ ഒരു 250 ml കപ്പിൽ 1.25 കപ്പ് അളവിൽ എടുത്താൽ മതിയെ. എന്നിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് ക്രിസ്പി ആയിട്ടൊന്ന് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് ചൂടിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി അടുത്ത ലെയർ നമ്മൾ ഒരു പാക്കറ്റ് പാലും പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 പാക്കറ്റ് 10 രൂപയുടെ 2 പാക്കറ്റ് പാൽപ്പൊടി. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി ഒന്ന് തിക്കായി കിട്ടും കേട്ടോ. ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് 2 മൈസൂർ പൂവൻ പഴം, പാളയംകുടം പഴം ഉണ്ടല്ലോ, നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു മിക്സിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് ആ ഒരു അവലിന്റെ മിക്സ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നല്ലപോലെ ചൂട് മാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.